വിഷുവൊക്കെ ആയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പം അതിന് മുന്നേ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് നിങ്ങളെ കാണിച്ചു തന്നിട്ട് പോകാമെന്ന് കരുതി. ഈ ഡ്രസ്സ് വന്നിട്ട് കോട്ടൺ അല്ല, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാൻ. ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ തരാം. അത് കഴിഞ്ഞ് നേരെ വിഷുവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. ചെന്ന് കയറിയപ്പോഴേ വിശപ്പുണ്ടായിരുന്നു. ഉച്ചക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആദ്യം പോയി ഹൈപ്പറിൽ പോയി ഫുഡും വാങ്ങിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. ആദ്യം ഈ വിഷുക്കണി കിറ്റ് വാങ്ങാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതായതുകൊണ്ട് അതങ്ങനെ അവിടെ തന്നെ വെച്ചിട്ട് ബാക്കി നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ എടുക്കാൻ തുടങ്ങി. ചെറിയ ചക്ക കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് തന്നെ ചെന്നു. അത് തന്നെ കിട്ടുകയും ചെയ്തു. ഈ വിഷുവിന് ഞാനും സേതു മാത്രമേ ഉള്ളൂ. അപ്പം നാട്ടിലോട്ട് പോയി ചെറിയ രീതിയിൽ ഒരു വിഷുക്കണി ഒരുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യണത്. ഈ ഒരു വിഷുവിന് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണെങ്കിൽ അടുത്തൊരു വിഷുവിന് ഞങ്ങൾ 3 പേരുണ്ടാവും. ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും. കണി വെക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടി കയറി കഴിഞ്ഞപ്പോഴാണ് പൂ വാങ്ങിച്ചിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ തന്നെ ബിഗ് ബാസ്ക്കറ്റിൽ പോയിട്ട് പൂവും കുറച്ച് പഴവും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീടെത്തണ മുന്നേ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അടുക്കിപ്പറക്കി വെച്ചിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കണിക്കുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ട് വേണം കിടന്നുറങ്ങാനാണ് പ്ലാൻ. നാളെ വിഷു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.